അപ്പോൾ ഗെയ്സ് അതും സംഭവിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് 1 2 3 അതിഥീനെ കിട്ടിയിട്ടുണ്ട്. 3 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ വലിയ പൂച്ചയില്ലേ, ഈ വലിയ പൂച്ച, ഈ വെള്ള കളർ അല്ലാണ്ട് ഒരു പൂച്ചയില്ലേ, ഇതിൻ്റെ കുട്ടികളാണ്. ഇത് കുറച്ച് നാൾ മുമ്പ് പ്രസവിച്ചിട്ട കുഞ്ഞുങ്ങളാണ് ഈ 3 എണ്ണം. ഓക്കെ, ഇങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഇതാണ് പഴയ പൂച്ച, വെള്ള അമ്മ പൂച്ച. ഇത് മറ്റൊരു അമ്മ പൂച്ചയാണ്. അപ്പോൾ ബാക്കിലും മുമ്പിലും ഒക്കെ 3 എണ്ണം ഈ അമ്മ പൂച്ചയുടെ ഈ അമ്മ പൂച്ചയുടെ മക്കളാണ് 3 എണ്ണം. വീട്ടിലേക്ക് അകത്തേക്ക് കയറ്റാത്തത് കാരണം ഇവരുടെ മറ്റേ രോമങ്ങളില്ലേ, അത് അകത്തേക്കാവും. ഇങ്ങനെ രോമം കുടഞ്ഞിടും. അപ്പോൾ അങ്ങനെ അകത്തിങ്ങനെ രോമം കുടഞ്ഞിടുമ്പോൾ ചുറ്റുമുള്ള ആളുകൾക്ക് എന്താവും, രോഗം വരും. അപ്പോൾ അതുകൊണ്ടാണ് അധികം അകത്തേക്ക് കടത്താത്തത്. കാണുമ്പോൾ നമുക്ക് ഭംഗി, നല്ലൊരു ആശ്വാസം, സമാധാനം കിട്ടും. എങ്കിലും ഇവരുടെ രോമം അകത്തേക്ക് ആയി കഴിഞ്ഞാൽ ചുറ്റുള്ള ആളുകൾക്ക് രോഗം വരും. അതുകൊണ്ടാണ് അകത്തേക്ക് അധികം കയറ്റാത്തത്. പിന്നെ ഈ പൂച്ചന് മാത്രം അകത്തേക്ക് കയറ്റുള്ളൂ. പക്ഷെ കയറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ആക്കും. എന്നിട്ട് പുറത്ത് വെച്ച് തീറ്റ കൊടുത്ത് എന്ത് ചെയ്യും, ഇവരെ പുറത്തേക്ക് ആക്കിയിട്ട് വാതിലടയ്ക്കും. ഇതാണ് ഗെയ്സ്. അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി വിട്ടേക്കാം. മനോഹരമല്ലേ പൂച്ച? ഒരു മനസ്സിൽ ഒരു ആശ്വാസം കിട്ടും, സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലൊരു സന്തോഷവും സമാധാനവും സ്നേഹവും പിന്നെ കുറേ ആശ്വാസവും കിട്ടും. മനസ്സൊന്ന് റിലാക്സ് ചെയ്തിരിക്കുക. പിന്നെ മനസ്സിന് സന്തോഷം ആക്കണമെങ്കിൽ ഇവർ കാണിക്കുന്ന ഓരോ അഭിപ്രായങ്ങളൊക്കെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സെന്താവും, വളരെയധികം സന്തോഷമാവും, സമാധാനമാവും. പിന്നെ കുറച്ച് റിലാക്സ് ആവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ള പൂച്ചയാണ്. ഇതൊരു പൂച്ചമ്മ, ഇതൊരു പൂച്ചമ്മ. ഇതും തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള അമ്മമാരാണ്. അപ്പോൾ കുറച്ച് നേരത്തെ ഈ പൂച്ചമ്മയുടെ കുട്ടീനെ ദ്രോഹിക്കാൻ കാരണം ഈ ഒരു പൂച്ചമ്മയുടെ മോളല്ലത്. അതുകൊണ്ട് സ്വന്തം മോനായാലും സ്വന്തം മോളായാലും പിന്നെ ആരുടെ മോനായാലും ഇവർ കടികൂടും ശരിക്കും. അത് സ്വന്തം മോനായാലും ശരി സ്വന്തം മോൻ അല്ലാത്തതും ശരി, ഇവർ എന്തായാലും കടികൂടും. ഇത് സ്വന്തം മോനായാലും
സ്വന്തം മോൻ അല്ലാത്തതോ? കളർ ഈ ഒരു കളറാണ്. അപ്പം മനസ്സിലാക്കാം ഈ പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടിയുടെ അമ്മയാണ് ഇതെന്ന് മനസ്സിലാക്കാം. ഈ പൂച്ചമ്മയുടെ മക്കളാണ് ഇത് വരുന്നതും ഇങ്ങോട്ട് വരുന്നതും ആയിട്ടുള്ള പൂച്ചക്കുട്ടികൾ. കണ്ടോ? ഇവര് സ്വന്തമായിട്ട് അപ്പിടും ചെയ്യും. അപ്പി നല്ല രീതിയിൽ ഡ്രൈ ആയി ഉണങ്ങി കഴിഞ്ഞാൽ ആ അപ്പി തന്നെ ഇവര് ഭക്ഷിക്കും. ഇതിവിടെ ചില നേരത്തെ ചില വൃത്തിയുടെ സ്വഭാവം ഇവർക്കുണ്ട്. നല്ല ആഹാരം കഴിക്കും. പിന്നെ ഇവർ തൂറിയിട്ട ആഹാരമില്ലേ, അത് നല്ല രീതിയിൽ ഡ്രൈ ആയി ഉണങ്ങി കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും? ഇവരത് തന്നെ വീണ്ടും കഴിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല ഗൈസ്. ഇവർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. സ്വന്തം അപ്പിയെടുത്തിട്ട് കഴിക്കുക. അത് അപ്പിയിട്ടിട്ട് അത് നല്ല രീതിയിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് വീണ്ടും അത് എടുത്ത് കഴിക്കും. ഇവർക്ക് അറിയില്ലല്ലോ ഇവരുടെ സ്വന്തം അപ്പി തന്നെയാണെന്ന്. പിന്നെ അല്ലാത്തതും കഴിക്കും കേട്ടോ. ഇവരുടേതായിട്ടുള്ള ഫുഡ് ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് പാക്കറ്റ്. അപ്പം അത് പൊട്ടിച്ചിട്ട് അത് പാത്രത്തിലാക്കിയിട്ട് ആ പാത്രത്തിൽ നിന്ന് ഞങ്ങൾ ദിവസം ഈ വീടിൻ്റെ പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? ചിതറിച്ച് കൊടുക്കും. അങ്ങനെ ചിതറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കടയിൽ നിന്നും മോചനം കിട്ടും. അല്ലാണ്ട് കൂട്ടത്തിലായിട്ട് സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ആക്രമിക്കും. അപ്പോൾ ആക്രമിക്കാണ്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തീറ്റ ഒരു സ്ഥലത്ത് ചിതറിച്ച് കൊടുക്കുക. അങ്ങനെ ചിതറിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ആക്രമിക്കാനോ സാധിക്കില്ല. സിമ്പിളായിട്ട് നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കും. സ്മൈൽ. വീണ്ടും ഭക്ഷിക്കാനായിട്ട് കൊടുക്കാം. വീണ്ടും ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞങ്ങൾ തീറ്റ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചിതറിച്ച് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ ചിതറിച്ച് കൊടുക്കണം. ഒരു പൂച്ച വീടിൻ്റെ അകത്തേക്ക് കടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് പരാജയപ്പെട്ട് വീണ്ടും വന്നേക്കാണ് വീടിൻ്റെ അകത്തേക്ക് കടക്കാനായിട്ട്. ഞങ്ങൾ ഒരിക്കലും വീടിൻ്റെ അകത്തേക്ക് ചില സമയത്ത് വീടിൻ്റെ അകത്തേക്ക് ഈ ഒരു പൂച്ചയും കടക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. പരമാവധി പുറത്തേക്ക് ആക്കാനാണ് ഞങ്ങൾ ശ്രമിക്കാറ്, ഞങ്ങൾ ചെയ്യാറ്. കാരണം അറിയാലോ, പൂച്ചയുടെ രോമം അകത്തേക്ക് ആയി കഴിഞ്ഞാൽ ചുറ്റുള്ള ആൾക്കാർക്ക് എന്താവും? രോഗം വരും. അതുകൊണ്ടാണ് ഞങ്ങൾ വീടിൻ്റെ പുറത്തേക്ക് ഈ പൂച്ചകളെ പുറത്തേക്ക് ആക്കുന്നത്. അകത്തേക്ക് ആക്കാത്തതിൻ്റെ കാരണം ഇതാണ്. ഇവിടെ രോമം അകത്തേക്ക് ആയി കഴിഞ്ഞാൽ ചുറ്റുള്ള ആൾക്കാർക്ക് രോഗം വരും. അതുകൊണ്ടാണ്. ഇവരോട് സ്നേഹം ഇല്ലായ്മ കൊണ്ടോ വേറെ
ഒന്നുകൊണ്ടല്ല, ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടമാണ്.